നടന്ന 7ാമത്തെ ടാസ്ക് ആയിരുന്നു കട്ടപ്പ ടാസ്ക്. കട്ടപ്പ ടാസ്ക് കഴിഞ്ഞപ്പോൾ അവിടെ വിജയിച്ചത് നെസ്റ്റ് ടീമാണ്. നെസ്റ്റ് ടീം 44 കട്ടകളാണ് കൈമാറിയത്. അവിടെ ഡെൻ ടീം കൈമാറിയത് ഏകദേശം 36 കട്ടകളാണ്. 36 കട്ടകൾ കൈമാറിയെങ്കിലും അതിനുശേഷം അവിടെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു 20 കട്ടകൾ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത്, ഇത് കേട്ട സമയത്ത് സിജയും അഭിഷേകും ഒക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഓ നന്ദനയുടെ കയ്യിലും കൂടി അത്രയും കട്ടകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞേനെ എന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു അഭിഷേകും സിജയും ഒക്കെ ചേർന്ന്. പിന്നീട് സിജോയ്ക്ക് ആകെ കൺഫ്യൂഷനായി, 20 കട്ടകൾ എങ്ങനെ അവിടെ ബാക്കി വന്നു എന്നുള്ളത്. എന്നിട്ട് സിജോ പോയിട്ട് പിന്നീട് എല്ലാവരുടെ ബാക്കി വന്ന കട്ടകളും എണ്ണി നോക്കിയിട്ട് ഓരോരുത്തരുടെ ബാലൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ ജിൻഡോയ്ക്ക് 7 കട്ടയെ ബാലൻസ് ഉള്ളൂ എന്ന് മനസ്സിലായിട്ട് ജിൻഡോന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ 7 കട്ടയല്ലേ കൂടുതൽ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നന്ദന കയറി വന്നു. നന്ദന കയറി വന്നപ്പോൾ നന്ദന ഇവർ സംസാരിച്ചത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അവിടെ സംസാരിക്കുന്നത് അവിടെ നന്ദനയ്ക്ക് കൂടുതൽ കളിക്കാമായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സംസാരത്തിന്റെ എന്തോ ഒരു അംശം മാത്രമാണ് നന്ദന അവിടെ കേട്ടത്. നന്ദന അത് കേട്ടപ്പോൾ നന്ദന വന്ന് ജിൻഡോയുടെ അടുത്ത് വന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ്, ഞാൻ ഗെയിം കളിച്ചിട്ടല്ലേ നിങ്ങളിവിടെ പല ഗെയിമും ജയിച്ചത്, നമ്പറിന്റെയും മുട്ട ടാസ്ക് ഇതൊക്കെ ഞാൻ ഗെയിം കളിച്ചിട്ടല്ലേ ജയിച്ചത്, പിന്നെ എന്താണ് ഞാൻ കളിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്നുള്ള തരത്തിൽ അവിടെ നന്ദന വന്ന് ചൂടാവുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ അടുത്ത്. സത്യത്തിൽ ബാക്കി എല്ലാവരും ജിൻഡോ 7 കട്ടകൾ മാത്രമാണ് കൂടുതൽ എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ പറഞ്ഞത് കള്ളമാണ് എന്ന് സംസാരിക്കുകയായിരുന്നു അവിടെ അക്കൂട്ടത്തിൽ. പക്ഷേ നന്ദന ഇതൊന്നും മനസ്സിലാകാതെ വന്നിട്ട് നന്ദന വന്ന് ജിൻഡോന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയും റേസ് ആവുകയും ജിൻഡോന്റെ അടുത്ത് ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, അതിന് നന്ദനെ കുറിച്ചുകൂടെ ഒന്നും പറഞ്ഞില്ല, നന്ദന മോശമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടും നന്ദൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജിൻഡോന്റെ അടുത്ത് വളരെ മോശമായി സംസാരിക്കുന്ന നന്ദനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സത്യത്തിൽ നന്ദനെ കുറിച്ച് അവിടെ ഒന്നും ജിൻഡോ പറഞ്ഞിരുന്നില്ല, അവിടെ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നന്ദന അത് കേട്ടിട്ട് ഒന്നും കേൾക്കാതെ വന്നിട്ട് അവിടെ കേട്ട ഭാവത്തിൽ വന്ന് പ്രതികരിച്ചത് ഭയങ്കര മോശമായി പോയി എന്ന് തോന്നിപ്പോയി.